ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ കാര്യത്തിൽ തുടരുന്ന പ്രശ്നങ്ങൾ അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാൽ ശുഭകരമായ വാർത്തകളാണ് കഴിഞ്ഞ ദിവസങ്ങളിലായിക്കൊണ്ട് പുറത്തേക്ക് വന്നിട്ടുള്ളത്. ISL നടക്കും എന്ന് തന്നെയാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ എല്ലാം ചൂണ്ടിക്കാണിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു അപ്ഡേറ്റ് ഇപ്പോൾ ന്യൂസ് 9 നൽകിയിട്ടുണ്ട്. അതായത് ISL ഒക്ടോബർ മാസത്തിൽ തുടങ്ങിയേക്കും. കൃത്യമായി പറഞ്ഞാൽ ഒക്ടോബർ 24-ാം തീയതി ISL തുടങ്ങിയേക്കും എന്നുള്ള റിപ്പോർട്ടാണ് ഇവർ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനും അതുപോലെ തന്നെ FSDLും തമ്മിൽ വാക്കാലുള്ള ഒരു ധാരണയിൽ എത്തി എന്നാണ് സായൻ മുഖർജി ഈ റിപ്പോർട്ടിലൂടെ അറിയിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിലെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ്. സുപ്രീം കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്ന് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനും FSDLും തമ്മിൽ പുതിയ ചർച്ചകൾ നടത്തിയിരുന്നു. ബംഗളൂരുവിൽ വെച്ചുകൊണ്ടായിരുന്നു ചർച്ചകൾ നടന്നിരുന്നത്. ഇതിൽ ഇരു പാർട്ടികളും തമ്മിൽ വാക്കാലുള്ള ധാരണയിൽ എത്തി എന്നാണ് ഇവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് ഒക്ടോബർ മാസത്തിലാണ് ISL ആരംഭിക്കുക. ഒക്ടോബർ 24-ാം തീയതി ISL ആരംഭിക്കാൻ ധാരണയിലെത്തി എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ആ സമയത്തേക്ക് സ്റ്റേഡിയങ്ങളൊക്കെ തയ്യാറാക്കി വെക്കാൻ ക്ലബ്ബുകളോട് ഫെഡറേഷൻ ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. MRA കോൺട്രാക്റ്റിന്റെ കാര്യത്തിൽ ചർച്ചകൾ നടക്കുന്നുണ്ട്. സുപ്രീം കോടതിയുടെ ഇടപെടലാണ് എല്ലാം വേഗത്തിലാക്കിയിട്ടുള്ളത്. മാത്രമല്ല ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനിൽ ഒരു പുതിയ ഇലക്ഷൻ നടക്കാനുണ്ട്. അതിനുശേഷമായിരിക്കും ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാവുക എന്നുകൂടി ന്യൂസ് 9 ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഏതായാലും ഒക്ടോബർ മാസത്തിൽ ISL തുടങ്ങും എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. നമുക്കറിയാം സെപ്റ്റംബർ മാസത്തിലാണ് സൂപ്പർ കപ്പ് നടക്കുക. സൂപ്പർ കപ്പ് ആദ്യം നടത്തും എന്ന കാര്യം പ്രസിഡന്റായ കല്യാൺ ചൗബെ പറഞ്ഞിരുന്നു. സെപ്റ്റംബറിലെ 3-ാമത്തെ ആഴ്ചയിലായിരിക്കും മിക്കവാറും സൂപ്പർ കപ്പ് നടക്കുക. ഒട്ടുമിക്ക ക്ലബ്ബുകളും ഈ സൂപ്പർ കപ്പിൽ പങ്കെടുക്കും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കൊണ്ടും കാണാം.